ഗൈസ്, അപ്പൊ നമ്മളിന്ന് ചുമ്മാ ഗൈസ് അപ്പൊ നമ്മളിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളം ചുമ്മാ വൺ ഡേ എറണാകുളം. അപ്പൊ നമ്മൾ വൺ ഡേ എറണാകുളം ട്രിപ്പ്. പക്ഷെ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ കയറി. മെക്ഡൊണാൾഡ്സ് ഉണ്ട്. മെക്ഡൊണാൾഡ്സിൽ നമ്മൾ ഡ്രൈവ് ത്രൂ ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തു. എന്താ ഓർഡർ ചെയ്തതെന്ന് മറന്നുപോയി. ഏതോ സർപ്രൈസും പിന്നെ മീലും. എങ്ങനെയുണ്ട്? അതിന് കഴിച്ചില്ലല്ലേ? ഇവിടെ നിന്നാണ് നമുക്ക് ഓർഡർ എടുക്കേണ്ടത്. സോ ഓർഡർ കിട്ടിയിട്ട് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫുഡ് കിട്ടി. ഒരു ഫാൻഡ മേടിച്ചിട്ടുണ്ട് ഗൈസ്. സർപ്രൈസ് മീലുണ്ട്. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രൈസ് അത് മീല, അത് ഫുൾ മീല. ആ ബർഗറും ഫ്രൈസും പിന്നെ എന്തൊക്കെയുണ്ട്. പിന്നെ കുറച്ച് സോസ് ഉണ്ട് ഗൈസ്. ഓക്കെ. കഥം. അപ്പൊ നമുക്ക് ഇനി എറണാകുളത്തേക്ക് കാണാം. ബൈ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ കൊച്ചി, ഒഫീഷ്യലി കൊച്ചി കയറി. എന്താ പറയാനുള്ളത്? ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഗൈസ്. നമ്മള് 6 മണിക്കൂറുണ്ടോ കൊച്ചി എത്തി. നമ്മള് വരുന്ന വഴിക്ക് സ്ഥലങ്ങളിലൊക്കെ കയറി പയ്യെ പയ്യെ വന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ 8:30 ആയപ്പോ കൊച്ചി എത്തി. എന്താ പരിപാടി ഇനി? നമുക്ക് ഫോറം മാളിലൊന്ന് കയറണം. ഫോറം മാളിൽ പിന്നെന്താ പരിപാടി? പിന്നെ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. നമ്മള് ഫോറം മാളിലെ ഫുഡ് പിന്നെ ഇവിടെ കാണാൻ പറ്റിയ സ്ഥലത്തെല്ലാം പോയി കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മൾ സാധനങ്ങൾ വാങ്ങി. എന്താണ് അസൽ പറയാനുള്ളത്? വളരെ നല്ലൊരു അങ്ങനെ ഇത് മേടിച്ചിട്ട് അവിടെ നിന്ന് പോയിരുന്ന് കഴിക്കണം. ഭയങ്കര ഓഫറാണ്. 4 പീസ് 200 എന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി കഴിച്ചതിനകത്ത് കാണാം. കഴിച്ച അപ്പം നമ്മൾ സാധനമൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്ര 2000 സംതിങ് ആണ്. അപ്പം നമ്മളിനി പാർക്കിങ്ങിൽ പോയി വണ്ടി കണ്ടുപിടിക്കുക. വണ്ടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇനി കറങ്ങാൻ ഇറങ്ങുന്നതാണ് കൊച്ചി അല്ലേ? അപ്പോൾ വണ്ടി കിട്ടിയത്. വണ്ടി തുടങ്ങണം. ഓക്കെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിച്ച് പോവുക. എങ്ങനെയുണ്ട് ചിക്കൻ? കൊള്ളാം. കേക്കിന്റെ പാത്രത്തിലാക്കി നമ്മൾ ചിക്കൻ വേസ്റ്റ് ഇടുന്നതാണ്. നമ്മള് ക്യൂൻസ്വേയിലേക്ക് പോവുകയാണ്. ഇതും കഴിച്ച് അവിടെ ചെന്നിട്ട് വേറെ പരിപാടി ഉണ്ടല്ലേ? നമ്മളടുത്ത് ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. കഴിച്ചില്ല, കഴിച്ചു നോക്കണം. അതല്ല, ചിക്കന്റെ എരിവ് എങ്ങനെ ഉണ്ട്? എല്ലാം തീർത്തവിടെ വെച്ചിട്ടുണ്ട്. നല്ല എരിവ്. അതുകൊണ്ട് മുട്ടായി നമുക്ക് ക്യൂൻസ്വേയിലേക്ക് ഇനി 1.5 കിലോമീറ്റർ. ഇത് മെറൈൻ ഡ്രൈവ് കഴിഞ്ഞതേ ഉള്ളു. ക്യൂൻസ്വേയിൽ എത്തി. അവിടെയാണ് ക്യൂൻസ്വേ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് പോവല്ലേ? നമ്മള് പ്ലേറ്റും ഗ്ലാസും വെള്ളം എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ക്യൂൻസ്വേ കറക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കഴിച്ചു. അപ്പൊ നമ്മുടെ ഫുഡ് പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ട്. ക്യൂൻസ്വേ ഇതാണ് ചെറുഫണ്ടി കാണുന്നതാണ് ക്യൂൻസ്വേ. എങ്ങനെയുണ്ട് ഫുഡ്? നൈസ് ഫുഡ്. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഇതാണ് ക്യൂൻസ്വേ എത്തി. ഇതാണ് ക്യൂൻസ്വേ. ഒന്നുമില്ല വലുതായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ക്യൂൻസ്വേ കണ്ടു കയറുന്നു. ഈ സൈഡും ഇങ്ങനെ നടക്കാറുണ്ട് കുറച്ച്. ചെറുതായിട്ട് മഴ പിടിക്കുന്നു. അത്രേ ഉള്ളൂ. ഈ സൈഡിൽ അങ്ങറ്റം വരെ കടകൾ. ഈ സൈഡിൽ കുറച്ച് നടക്കാൻ, അപ്പുറത്ത് കായൽ വ്യൂ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് പിടിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ഫോർട്ട് കൊച്ചിക്ക് പോവാ. ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് പരിപാടി ഉണ്ടല്ലേ? അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി കൊടുക്കാം. ഓക്കെ. അപ്പം നമുക്ക് ക്യൂൻസ്വേനോട് ബൈ ബൈ പറഞ്ഞ് പോവാം. ബൈ ബൈ പറ. ഓക്കെ. ഫോർട്ട് കൊച്ചി എത്തി കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ വൈപ്പിനിലെത്തി. വൈപ്പിനില് കാറ്റടിക്കാൻ വേണ്ടി വന്ന. പക്ഷെ കാറ്റില്ല ഇവിടെ. ഇവിടെ നിന്ന് എന്താ സ്ഥലത്തിന്റെ പേര്? കണ്ടെയ്നർ യാർഡും കണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി നമുക്ക് രവിപുരം വഴി. അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഫോർട്ട് കൊച്ചി? നമ്മള് 2022 ന്യൂ ഇയറിന് വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. കൊള്ളാം. ഇനി കുറേ അങ്ങോട്ട് നടക്കാനുണ്ടോ? എല്ലാം നടന്ന് കണ്ടിട്ട് വരാം. ഹായ്.
അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അഫ്സൽ എങ്ങനെയുണ്ട് ഫോർട്ട് കൊച്ചി ബീച്ച്? കൊള്ളാം, നൈസ് അല്ലേ? യെസ്, നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി. ഇനി നമുക്ക് ഇവിടെ കുറേ നടന്നു കാണാൻ പറ്റിയ സ്ട്രീറ്റ്സ് അവിടെ എല്ലാം പോയി കാണാം അല്ലേ? അപ്പോൾ ഇനി നമ്മളതൊക്കെ കണ്ടിട്ട് വരാം. നമ്മളിങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ വീഥികളിലൂടെ തേരാപ്പാര നടക്കുകയാണ്. എന്താ പറയാനുള്ളത്? ചൂടുണ്ട്, പക്ഷേ അടിപൊളി, നല്ല രസമുണ്ട്. ഇവിടുത്തെ എസ്തെറ്റിക്സ് ഒക്കെ കാണാൻ നല്ല രസമില്ലേ? അതെ. എല്ലാം കണ്ട് നടന്ന് ലാസ്റ്റ് ലില്ലി സ്ട്രീറ്റിലെത്തി. ഇനിയുണ്ട് കുറേ നടക്കാൻ. ഇതാണ് ലില്ലി സ്ട്രീറ്റിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. അഫ്സൽ, കേരള ഈസ് അവർ ഹൈ. കേരള ഞങ്ങളുടെ ലഹരി. ഇതെന്താ ഉദ്ദേശിച്ചേ? ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഈ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു പോകണം. നേരെ നടന്നു പോയിട്ട് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ കാർ എടുക്കുന്ന സ്ഥലം. നമ്മൾ നടന്ന് ബിലാലിൻ്റെ വീട്ടിൽ എത്തി. ഞങ്ങൾ ഇവിടെയാണ് വണ്ടി ഇട്ടിരുന്നത്, പാർക്ക് ചെയ്തേക്കുന്നത്. അതെ, നമുക്ക് വണ്ടി ഇട്ടിയത് ഇവിടെ ആയിരുന്നു. ഇവിടെ വണ്ടി കിടപ്പുണ്ട് നമ്മുടെ കിടക്കുന്നത്. ഇതാണ് ബിലാലിൻ്റെ വീട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ബിലാലിൻ്റെ വീട്, ബിഗ് ബിയിലെ ബിലാലിൻ്റെ വീട്. കേസ് അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? കുഴപ്പമില്ലായിരുന്നു. യെസ് കേസ്, നമുക്കൊരു ചെറിയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനായിരുന്നു. അതെല്ലാം മീറ്റിംഗ് കഴിഞ്ഞ് പോവാം. നമ്മൾ ഫുഡിൻ്റെ ബാക്കിയൊക്കെ ഇട്ടിരിപ്പുണ്ട്. പോവാല്ലേ? നേരെ എങ്ങോട്ടാ? ആലപ്പുഴ അല്ലേ? ആലപ്പുഴ ഒരു മീറ്റിംഗ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് കൊല്ലം. ബൈ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ആലപ്പുഴയിലെ പരിപാടി ഇത്തിരി ലേറ്റായി. ആലപ്പുഴയിലെ പരിപാടി കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊല്ലം എത്തി. കൊല്ലം ഇനി 8-10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 20 കിലോമീറ്റർ കൂടെ ഉള്ളു. അതിപ്പോൾ എത്തും. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി? സമയം ഇപ്പോൾ 4:30 എത്രേൻ്റെ ആയിട്ടുണ്ട്. നല്ല ലേറ്റായി. അപ്പോൾ നമുക്ക് ഇനി വീടില്ല, ഇനി കിടന്നുറക്കാം. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഇപ്പൊ വ്ളോഗ് ഇട്ടിട്ട് തന്നെ 1 മാസമായെന്ന് തോന്നുന്നു. അടുത്ത വ്ളോഗിന് എന്ന് വരുമെന്ന് എനിക്കറിയില്ല. അതുവരെ ബൈ ബൈ.